കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിൽ പ്രമുഖനാണ് ഉമ്മൻചാണ്ടി എന്നതിൽ ആർക്കും തർക്കമൊന്നുമില്ല. ഉമ്മൻചാണ്ടിയുടെ കല്ലറയും വളരെ പവിത്രമായി തന്നെയാണ് ആളുകൾ കാണുന്നത്. എല്ലാ ദിവസവും ആ കല്ലറയിലേക്ക് ആളുകൾ ഒഴുകി എത്താറുണ്ട്. ആളുകൾ നിരവധി പേർ അവിടെ എത്താറുണ്ട്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കല്ലറ രാഷ്ട്രീയ വിവാദങ്ങളിൽ ഇടം നേടി. എന്ത് രാഷ്ട്രീയ വിവാദം എന്ന് ചോദിച്ചാൽ കല്ലറ ആരെങ്കിലും പൊളിച്ചു കൊണ്ടുപോകണമെന്നുള്ള അഭിപ്രായ പ്രകടനമോ അതൊന്നുമല്ല. സെമിത്തേരിയിലുള്ള ആ കല്ലറയ്ക്ക് സമീപം ഇടതുമുന്നണിയുടെ, അതായത് മധ്യമേഖലാ ജാഥയുടെ പ്രചാരണ ഫ്ലെക്സ് അവിടെ ആരോ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നു. ഇത് എന്തു വന്നാലും അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഇതൊരു CPM കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് അനുഭാവികളോ ഏതെങ്കിലും ഇടതുമുന്നണി പാർട്ടി പ്രവർത്തകർ, ഇനി എന്തിന്റെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ ആരെങ്കിലുമോ അവിടെ കൊണ്ട് വയ്ക്കുകയില്ല എന്ന് ഏത് ബോധമുള്ളവനും അറിയാം. കാരണം ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസ് എം എൽ എ ആയിരുന്നു, അദ്ദേഹം മന്ത്രിയായിരുന്നു, അദ്ദേഹം മുഖ്യമന്ത്രിയായി. അപ്പോഴൊക്കെ രാഷ്ട്രീയ ചേരിതിരിവിന്റെ ഭാഗമായി CPM-ഉം കോൺഗ്രസും കൊമ്പ് കോർക്കുമ്പോൾ ഉമ്മൻചാണ്ടിയും CPM നേതാക്കളുമായി വലിയ വാഗ്വാദങ്ങളും സമരങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ മരണസമയത്തൊക്കെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തോട് കാണിച്ച അസുഖ സമയത്തും മരണസമയത്തും മുഖ്യമന്ത്രി അദ്ദേഹത്തോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും കാണിച്ച കരുതലും സ്നേഹവും ഒക്കെ ശ്രീ ചാണ്ടി ഉമ്മൻ തന്നെ എടുത്തെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും CPM-കാരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ അവഹേളിക്കാനോ ഉമ്മൻചാണ്ടിയുടെ വ്യക്തിത്വത്തെ അവഹേളിക്കാനോ പരസ്യമായും രഹസ്യമായും ശ്രമിക്കുകയില്ല എന്നത് അച്ചട്ടാണ്. അപ്പൊ പിന്നെ ഈ ഫ്ലക്സ് ആരാണ് കൊണ്ടുവച്ചത്? പോലീസ് അന്വേഷിച്ചു തുടങ്ങി. ഉടനെ ഉമ്മൻചാണ്ടിയെ ഒറ്റുകൊടുത്ത യുവദാസ് ഒരാളുണ്ട് കോൺഗ്രസിൽ തന്നെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഞാൻ ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട്. ABC ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ഇതേ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഈ സോളാർ കേസിലെ ഒറ്റുകാരന്റെ സ്വഭാവം താങ്കൾക്ക് അടിച്ചേൽപ്പിക്കും. പക്ഷെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ഇപ്പോഴും അദ്ദേഹം അക്കാര്യത്തെക്കുറിച്ച്, ഈ ആരോപണത്തെക്കുറിച്ച് അദ്ദേഹം വ്യക്തമായ മറുപടി പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറെ വാസ്തവം. അപ്പോ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ആ പ്രയോഗം പ്രയോഗിച്ചത്, അല്ലാതെ അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ശത്രുത കൊണ്ടൊന്നുമല്ല. അപ്പൊ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതുപോലെ തന്നെ അവിടുത്തെ DCC പ്രസിഡന്റ് ഒക്കെ ആരോപണവുമായി രംഗത്ത്. ഇത് മനപൂർവ്വം ഉമ്മൻചാണ്ടിയെ അവഹേളിക്കാനുള്ള ശ്രമമാണ്. ആലോചിച്ച് നോക്കി, എന്ത് നാണം കെട്ട തരംതാണ തന്ത്രമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അവിടുത്തെ കോൺഗ്രസ്സുകാരും എന്തിന് സംസ്ഥാന നേതൃത്വം, കോൺഗ്രസ് നേതൃത്വവും ശ്രമിക്കുന്നത്. ഈ ഉമ്മൻചാണ്ടി ജീവിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ. ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയിലെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കാറ് പാർക്ക് ചെയ്തിരുന്നു. ആരോ കാറിന്റെ ചില്ല് അടിച്ചു പൊട്ടിച്ചു. ഉടനെ പറഞ്ഞു അത് CPM-ന്റെ ലോക്കൽ ഗുണ്ടകളാണ് അടിച്ചു പൊട്ടിച്ചത്, അന്വേഷണം വേണം. CPM-ന്റെ ലോക്കൽ ഗുണ്ടകൾ ഒരിക്കലും അത് ചെയ്യുകയില്ല എന്ന് CPM-ന് ഉറപ്പായിരുന്നു. പോലീസ് അന്വേഷിക്കട്ടെ പറഞ്ഞു. പോലീസ് അന്വേഷിച്ചു. അവസാനം അഖിൽ എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ ഒക്കെ അകത്താക്കി എന്നാണ് വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് നേതാവിലേക്ക് അന്വേഷണം എത്തിയപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാതെയായി. ഇക്കുറിയും ഈ ഫ്ലെക്സിന്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ വാദഗതികൾ ഉയരുകയാണ്. ഇത് CPM ചെയ്തു, CPM അന്വേഷിക്കട്ടെ. അന്വേഷിച്ചപ്പോ ചെന്ന് നിന്നത് കോൺഗ്രസ്സുകാരിൽ തന്നെയാണ്. ഇവര് മനപൂർവ്വം ചെയ്യുന്നതാണ്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയെ ഇടതുമുന്നണി പ്രവർത്തകർ, പ്രത്യേകിച്ച് കേരള കോൺഗ്രസ് എം പ്രവർത്തകരും CPM പ്രവർത്തകരും അവഹേളിച്ചു, അപമാനിച്ചു എന്ന് വരുമ്പോ ഉമ്മൻചാണ്ടിയോട് ഒരു സോഫ്റ്റ് കോർണറുള്ള, ഉമ്മൻചാണ്ടിയെ വളരെ ദൈവതുല്യമായി കാണുന്ന ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് ഒരു കനൽ കോരിയിടാൻ, ഒരു തീ കോരിയിടാൻ ഈ വാദമുഖങ്ങളിലൂടെ കഴിയും. അത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച ഭൂരിപക്ഷത്തോടെ ഇടതുമുന്നണി മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന് ഭയക്കുന്ന കോൺഗ്രസിന് വലിയ ആയുധമാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ മധ്യമേഖലാ ജാഥയുടെ ഫ്ലക്സ് കൊണ്ട് വച്ചിട്ട് അത് CPM കൊണ്ടുവച്ചു എന്ന പ്രചരണം കോൺഗ്രസ് അഴിച്ചുവിട്ടത്. അതിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലെ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന ഒരു മുൻ മന്ത്രി എന്ന നിലയിലുള്ള ഒരാൾ ഇതിന് ചുക്കാൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഇതിനേക്കാൾ വലിയ അവമതിപ്പ് വരാനില്ല എന്നത് ഉറപ്പാണ്. എന്തൊരു നാണംകെട്ട തന്ത്രമാണ് കോൺഗ്രസ് ചെയ്തു വെച്ചത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഉമ്മൻചാണ്ടിയെ പോലെ സമുന്നതനായ ഒരു നേതാവിന്റെ കല്ലറയിൽ മറ്റൊരു എതിർ രാഷ്ട്രീയ കക്ഷിയുടെ ഫ്ലെക്സ് കൊണ്ടുവയ്ക്കുക, എന്നിട്ട് എതിർ രാഷ്ട്രീയ കക്ഷി കല്ലറയെ അവഹേളിക്കാൻ ശ്രമിക്കുക എന്ന ആരോപണം ഉയർത്തുക, ആ ആരോപണത്തിലൂടെ ജനശ്രദ്ധ ആകർഷിച്ച് കുറെ വോട്ട് നേടുക. ഈ ഒരു തന്ത്രത്തെ നിഷ്പക്ഷമായ പോലീസ് അന്വേഷണത്തിലൂടെ പോലീസ് പൊളിച്ച് അടുക്കി കൊടുത്തു. ഇപ്പോഴ് മിണ്ടാട്ടമില്ല. ഇതാണ് കോൺഗ്രസിന്റെ നാണം കെട്ട അവസ്ഥ.
എല്ലാം ചെയ്തു വെച്ചിട്ട് അതിന്റെ ഉത്തരവാദിത്വം നേരെ CPM-ന് കൊണ്ടുവയ്ക്കുക, അന്വേഷിച്ച് ചൂടാറും മുമ്പ് കോൺഗ്രസിനെ തന്നെ പോക്കുക. ശബരിമല കള്ളക്കടത്ത് കേസ് അതുപോലെയല്ലേ? എല്ലാം ചെയ്തത് ആരാണ്? അടൂർ പ്രകാശും VS ശിവകുമാറും അതുപോലെ KC വേണുഗോപാലും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭരണസാരഥ്യം ഉണ്ടായിരുന്ന സമയത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വരുന്നതും ഇവരുമായിട്ടൊക്കെ ചങ്ങാത്തത്തിലാകുന്നതും ഇടനിലക്കാരാകുന്നതും സ്പോൺസർ ആകുന്നതും ഒക്കെ. ഇവരുടെ ദേവസ്വം ബോർഡിന്റെ കാലത്താണ് കൊടിമരം മാറ്റിപ്പണിതതും അവിടെ നിന്ന് വാജിവാഹനം തന്ത്രിക്ക് കൊടുത്തുവിട്ടത്. അവിടെ നിന്ന് ഈ ആഗോള അയ്യപ്പ സംഗമ സമയത്ത് സ്വർണത്തിന്റെ മാറ്റ് കുറഞ്ഞു, വളവ് കുറഞ്ഞു എന്ന ആരോപണം ഉയർന്നപ്പോൾ തന്നെ അന്വേഷണത്തിന് ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയും ഹൈക്കോടതിയുടെ അന്വേഷണത്തിന് എല്ലാ സഹകരണം കൊടുക്കുകയും ചെയ്ത സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും മറ്റൊരു ഭാഗത്ത് CPM-നെയും ഇടതുമുന്നണിയും എവിടെയൊക്കെ താറടിക്കാൻ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് താറടിക്കാൻ കഴിയുമോ അവിടെയൊക്കെ അവർ താറടിക്കും. പക്ഷേ അന്വേഷണം, ജെന്യൂനായിട്ടുള്ള അന്വേഷണം നടക്കുമ്പോൾ അത് കോൺഗ്രസ്സുകാരന്റെ കയ്യാമം വയ്ക്കുന്ന തരത്തിലോട്ട് മാറുകയും ചെയ്യുന്നു. ഇത് പൊതുജനം തിരിച്ചറിയണം. ഈ ഒരു ആടിനെ പട്ടിയാക്കുന്ന വിദ്യ കോൺഗ്രസിനുണ്ട്. ഒപ്പം BJP-ക്ക് ഇവർ കുഴലൂതുന്നതിന്റെ തന്ത്രം കൂടിയാണ് ഇതെന്ന തിരിച്ചറിവും നമുക്ക് ഉണ്ടാകണം.